ഷുട്ടൂസ് ബ്ലോഗിൽ സ്വാഗതം. അമ്മമാർക്ക് വേണ്ടി ഇതാ നല്ലോണം കിടന്നിറങ്ങുക. മോനെ എണീക്ക്, നമുക്ക് ബ്ലോഗ് എടുക്കണം. വാ കുട്ടു, നീ എണീക്കുന്നില്ല? ഷുട്ടു, അമ്മ ബ്ലോഗ് എടുക്കാൻ പോകാനെ. എന്നാൽ അമ്മ നിക്കീനെ വെച്ച് ഇന്ന് ബാവക്ക് പണി വേണ്ട. ബാവക്ക് മണി വേണ്ട. എന്നാൽ പിന്നെ ഞാൻ ഇന്ന് ആ കറുപ്പം പൂച്ചേനെ വരയം പൂച്ചേനെ വിളിക്കട്ടെ. ഷുട്ടു എണീക്ക്, ഷുട്ടു ബ്ലോഗ് എടുക്കണോ? വാ, ഇങ്ങനെ ഉറങ്ങിയാണെങ്ങനെയാ? കുട്ടാപ്പ എണീക്ക്, കുട്ടാപ്പ നീ വരുന്നില്ല? ബ്ലോഗ് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്ന് ബ്ലോഗ് എടുക്കണ്ട അമ്മ, എനിക്ക് ഒക്കുണ്ട്, ക്ഷീണാണ്. അല്ല മണി വേണ്ട. എണീക്ക്, ഇതിൻ്റെ ബ്ലോഗ് എടുക്കണ്ടേ? നമുക്ക് ബ്ലോഗ് എടുക്കണ്ടേ? ആ വാ വാ, വേഗം സമയേ 4 മണി. നീ വന്നില്ല? ബ്ലോഗ് എടുക്കാൻ വന്നില്ല? എന്തേ പള്ളിയിൽ നോക്കുക? പള്ളിയിലല്ലേ പിന്നെ നമുക്ക് ബ്ലോഗ് ഇവിടെ പോവുക, പിന്നെ ജംഗ്ഷനിൽ പോവുക. വാ എണീക്ക്, നല്ലോണം ഒങ്ങീനല്ലേ. ഇന്നലെ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്കഞ്ഞേ ബാബ, ഇന്നലെ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്കഞ്ഞേ പറയാ. അയ്യോ വെക്കുന്നുണ്ട്, അതാണോ? ഇന്നലെ അമ്മ മാഹി പോകുമ്പോൾ ബാബേനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിന്. അമ്മമ്മ ചോദിച്ച് ഷുട്ടു ഉണ്ടാക്കുന്ന ആടേക്ക് ഇന്നും ഒങ്ങുകയാണെന്ന് പറഞ്ഞമ്മ. ഓഹോ, എന്നെ മുഖം വൃത്തിയാക്കാൻ അല്ല അവനിന്ന്. നീ ഇന്നലെ അമ്മ മാഹി പോയതോ? വെസ്റ്റീൻ്റെ അടുത്ത് പോയിന് പോലു. വെസ്റ്റി എന്നെ വിളിച്ചല്ലോ. എന്നാ വെസ്റ്റി പറയണേ, ഷൂ വന്നിന് ഇന്നലെ അമ്മ മാഹി പോയിന്ന് പറഞ്ഞ് ഷൂ പറയണേ അമ്മേനോട്. വാ ഇങ്ങോട്ട് ക്യാമറയിലേക്ക് ഒന്ന് നോക്ക്. ഷൂ പറയണേ വെസ്റ്റി പറഞ്ഞു പോലും അമ്മ കറിയൊന്നും ഉണ്ടാക്കി വെച്ചില്ല, എനിക്ക് തിന്നാൻ പൊടിച്ചൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എണ്ണയെന്ന് പറഞ്ഞൊരു ഷുട്ട് വെസ്റ്റീനോട്. ആ എനിക്കറിയാം, ഓളിരിക്കും എന്തെല്ലാം തന്നിട്ടുണ്ടാവും എനിക്കറിയാം. മന്തിയാണോ ഇന്നലെ ഓളോടി പോയി തിന്നേ? ഓളോടി എന്തോ പോയി തിന്നെന്ന് പറയുന്നിട്ട് ചുട്ട ഇങ്ങോട്ടൊക്കെ മുഖം വൃത്തിയാക്കിയത്. ഓ അല്ലേ, എന്ത് മുഖാന്നാ കണ്ടാൽ ഉറപ്പാകുന്ന മുഖമാണ്. ഓന് വൃത്തിയാക്കുക, അടിപൊളിയായിട്ട് വൃത്തിയാക്കുകയാണ്. ശ്രദ്ധിക്കേ, നിങ്ങൾ ശ്രദ്ധിക്കേ, അടിപൊളിയായിട്ടും വൃത്തിയാക്കുന്നുണ്ട്. അമ്മേ എന്തൊരു വൃത്തിയാക്കൽ! ഓഹോ ഹോ ഹോ ഹോ, ഷുട്ടൂടെ ബസ്സിനെ കാണാൻ പോവുകയാണ് അതോന്ന്. ഉറങ്ങിയാൽ ഈശ്വര ഇപ്പം പല്ലും കൂടി തേച്ചില്ല, എന്നിട്ട് ബസ്സിന് ഇപ്പം കാണാൻ പോകും. അതാണ് അത്ര വൃത്തിയാക്കല്. എടാ നിങ്ങളല്ല എടാ മുടി മുറിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നേട്ടെ. എന്താ ഗ്രൂമില്ലേ എന്തോ ഒന്ന് പറഞ്ഞല്ലോ, വെസ്റ്റ് ഇന്നലെ പറഞ്ഞല്ലോ അമ്മേനോട് ഷൂനെയും കൂട്ടി പോകണമെന്ന്. ആടെ ഇവിടെ തോണ്ടി വെച്ചിട്ട് ഒരു വര അപ്പുറത്ത് ഒരു വര ഇപ്പുറത്ത്. ഓൾ അങ്ങേറ്റ ഫാഷനാണ്. ഒരു വര ഇപ്പുറത്ത് ഒരു വര അപ്പുറത്തെല്ലാം വരഞ്ഞ് വെച്ചിട്ട് 1500 ഉറുപ്പ്യം കൊടുത്ത് വരും രണ്ടും കൂടെ. എന്താ ചെയ്യുക? എവിടെയാണ് പോകുന്നത്? എന്തോ ഒന്ന് ഓൾ പറഞ്ഞിരിക്കുന്നത്. ഓളല്ലേ ആൾ എന്നെയും കൂട്ടിയിട്ട് എന്തെല്ലാം കളി കളിപ്പിക്കാൻ ആർക്കറിയാം. അല്ല ഓൻ പറയാന്ന് ഞാൻ വെസ്റ്റിനോട്ടൊന്നും പോകുന്നില്ല. ഓൾ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടാൾ പ്ലാൻ ചെയ്യുന്നത് ഏതോ ഗ്രൂമിങ് എന്തോന്ന് പറഞ്ഞേ ഓളെ ഭാഷയല്ല. ഓളിങ്ങനെ ആദ്യം ഇങ്ങനെ പറയാം. ഷൂ അല്ലേ, ഷുട്ടോട്ടല്ല, ഷൂ അല്ല ഓളെ. അമ്മേ ഓളിൻ്റെ വെസ്റ്റ് ഒന്നുമല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ വെഷ്ടിയമ്മ എന്ന് കൊണ്ട് നടക്കും. അവസാനം എന്താകുന്ന ആർക്കറിയാം. അവസാനം 5-6 ഞാൻ പോറ്റേണ്ടി വരുമെന്ന് ആർക്കറിയാം. അവളെ കളിയെല്ലാം കാണുമ്പോൾ എനിക്ക് വെസ്റ്റിയല്ല കുഷ്ടിയല്ല. മതിമോനെ ചെവി വൃത്തിയാക്കി. വാ ഞാൻ ബ്ലോഗ് എടുക്കാൻ പോലെ. അതാ അമ്മേൻ്റെ ഡോഗ് ഉണ്ടായി കാത്തുനിൽക്കുന്നു. വാ തുള്ളി വാ അമ്മ പോവാ. നമുക്ക് ജംഗ്ഷനിൽ സീറ്റ് കോളനിയിലെ ജംഗ്ഷനിൽ അവിടെയാണ് നല്ല സ്ഥലം. നമ്മൾ ഇന്ന് എയറോപ്ലെയിനെല്ലാം പിടിക്കണം. വാ പൊന്നൂസ് ബാവേ നീ ഇറങ്ങി വരുന്നുണ്ടാ. വാ ഇങ്ങോട്ട് നോക്ക്. ഒരു കാല് വൃത്തിയാക്കല. അയ്യോ എൻ്റെ കാല് വൃത്തിയാക്കലും അവനെ കണ്ടില്ലേ ഫുള്ള് വൃത്തിയാക്കുക. എന്നാലും അവനെ ഇറങ്ങുള്ളൂ. പെട്ടെന്ന് വെസ്റ്റേട്ടൻ കണ്ടിട്ട് മോശമല്ലേ. അതാ എടാ ഞാൻ പറയാൻ നോക്കണേ. മുടിയിലെ ചെവിൻ്റെ അടുത്ത് 2 വര അപ്പുറത്ത് 2 വര. ഓൾ അങ്ങനെയെല്ലാം പലതും പറയും. ചെവിൻ്റെ അടുത്ത് 2 വര വരക്കാൻ നമുക്ക് ഇപ്പുറത്ത് 2 വര ഒക്കെ ഇന്ന അങ്ങേയറ്റം ഫാഷനാക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ 2 വര ഇപ്പുറത്തും 2 വര അപ്പുറത്തെല്ലാം ആക്കി വെച്ച് 3000 ഒരു
ക്രീമിങ് ആയിട്ടുണ്ട്. അവിടെ 3000-4000 വാങ്ങിയിട്ട് ഇങ്ങ് വന്ന് എൻ്റെ മോനെ വെറുതെ പൈസ നശിപ്പിക്കണ്ട കേട്ടോ. കൊണ്ടാച്ച് ഇവർ ചാനലിന് ഒരു 5 പൈസ കിട്ടും എനിക്ക് തോന്നിയില്ല. നീ വേഗം പൈസ നയിച്ചിട്ട് ആ പല്ലിനെ പിടിച്ച പൈസയില്ലേ, എലിയിലെ പിടിച്ച പൈസയല്ലോ ആ കമ്പനിയിൽ പിടിച്ചു കൊടുത്തില്ലേ, അതെല്ലാം കൊണ്ടാച്ചിട്ട് ഒരു മണി വാങ്ങാൻ നോക്ക്. ഇവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആകെ 90 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവർക്കും 20, 29, 90, 95 എത്തിന്ന്. എന്നാൽ പിന്നെ അമ്മ പറയട്ടെ. എന്നാ കുട്ടു ഇങ്ങോട്ടൊന്ന് നോക്ക്. മതിയടാ, ഇങ്ങ് നോക്കടാ. സബ്സ്ക്രൈബ് ചെയ്യുക, പറ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വൃത്തിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒന്ന് ഭയങ്കര ബെസ്റ്റിൻ്റെ ബർത്ത്ഡേ ആവുമല്ലോ മറ്റന്നാൾ. അപ്പോൾ ഇവർ രണ്ടാളും ഒരു ഗ്രൂമിങ് എന്താ ഒരു പറഞ്ഞിട്ടുണ്ടോളൂ. അവൾ പറയാണ് അവിടെ ഷൂവിനൊന്ന് പിന്നെ 2 വര തലയും ഷൂവിന് 2 വര ചെവിയിൻ്റെ സൈഡിലെല്ലാം വരയ്ക്കണം. ഓള് ഭയങ്കര വരണ. വാലൊന്ന് വൃത്തിയാക്കണം. ഇവരെ വലിയ തീരെ ഇഷ്ടമൊന്നുമില്ല. വാലില്ല എന്നെല്ലാം പറയും. ഇവന് നല്ല വാലാണ്, ഒരുവിധം മെലിഞ്ഞ വാലാണ്. ഓളത്ര സുന്ദരമായ വാലൊന്നുമില്ല. ഓളാരാ സാധനം. ഓളതും കുലുക്കിണ്ടൊരു വരുത്തി വിടുക. ഇവൻ്റെ പേര് ഇവിടെ മാത്രമേ. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. വൃത്തിയാക്കി ഇനി അങ്ങോട്ട് മെഷീനെടുത്ത് വേണ്ട എൻ്റെ കൈ കളയുന്നുണ്ട. ഓൻ്റെ പരിപാടിയെല്ലാം എടുത്തെടുത്ത് വേണ്ട നല്ലോണം വൃത്തിയാക്കണ്ട. മതി, ഞാൻ നിർത്തട്ടെ. എൻ്റെ കൈ കടിഞ്ഞിട്ട് നിർത്തിയില്ല. ഇത് പിടിച്ച് വയസ്സാകാലത്ത് നട്ടപ്പുറച്ചൊക്കെ ചെയ്തല്ലേ പണി. പിന്നെ എങ്ങനെ ഇതെല്ലാം ഒരു സന്തോഷം. മനുഷ്യന് നമ്മൾ സന്തോഷം നമ്മൾ എന്നെ കണ്ടെത്തുക, അതാണ് എൻ്റെ സിദ്ധാന്തം. ഞാൻ ഇന്നലെ വരെ 15 വരെ നേർച്ചയാണ്. ഇപ്പോൾ ഒന്നും മാഹി പോകണ്ടില്ല. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് 20th. അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാഹിയിലേക്ക് പോകണം. ഓനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ അതെല്ലാം മനസ്സിലായില്ല. നിങ്ങളെല്ലാവരും അമ്മമാരെല്ലാവരും ചടഞ്ഞ് മക്കളെയും മരുമക്കളെയെല്ലാം നോക്കിയിട്ട് ജീവിതം പാഴാക്കാതെ ഇങ്ങനെ എന്തിനെങ്കിൽ എന്ന് എല്ലാവരും ഒന്ന് ഇറങ്ങി പുറപ്പെടും. ഒരു രസമില്ല. എന്തൊരു സന്തോഷം. നട്ടപ്പോൾ 2 മണിക്ക് ഇന്ന് 2:30 എണീച്ച. എന്നിട്ട് ഷുട്ടുമോൻ്റെ ബ്ലോഗ്. വൃത്തിയാക്കൽ എവിടെ ചുട്ടാപ്പ ഇങ്ങോട്ട് വരാ. മതി എണീക്ക്. വൃത്തിയാക്കുന്നത് അലാക്കിലെ വൃത്തിയാക്കൽ. മതി, വാ. ക്യാൻ ഫുഡ് തിന്നിട്ട് നമുക്ക് ജംഗ്ഷനിൽ പോവാം. സീച്ച് കോളനിൻ്റെ ജംഗ്ഷനിൽ മതി വൃത്തിയാക്കി. അവൻ്റെ കൈകളെന്ന് എത്ര നേരം എടുക്കുന്നത്. എന്നാൽ ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് മണി വാങ്ങിയിട്ട് കെട്ടിയിട്ട് വേണം എനിക്കിത് പിന്നെ ഒരു സന്തോഷത്തിൽ പിന്നെയും മുന്നേറെ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് വേണ്ടത്. എന്നാൽ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. കൈ അടഞ്ഞിട്ടോ, കുറേ നേരം പിടിച്ച് കൈ അടഞ്ഞു. പിന്നെ ഇല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മെയിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുജിത ഗിരീഷ് ബാബു ഫ്രം കാലിക്കറ്റ്. ഇന്ന് മാഹിയല്ല കേട്ടോ, ഇന്ന് കാലിക്കറ്റാണ്.